മേഴ്സി ഹോം സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. വാർത്തകൾ വിശദമായി. വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രതീക്ഷ പകർന്ന ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മേഴ്സി ഹോം സേവനത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുന്നു. ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നതും പരിരക്ഷിക്കുന്നതും വിശ്വാസത്തിന്റെയും കൂടി ഭാഗമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അഭിപ്രായപ്പെട്ടു. പോളിയോ ബാധിതരും ജന്മന വികലാംഗരുമായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പുനരധിവാസമാണ് മേഴ്സി ഹോം ലക്ഷ്യമിടുന്നത്. കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയും കൈകാലുകളില്ലാതെ കാർ ഓടിക്കുന്ന ഏഷ്യയിലെ ഏക വനിതയുമായ ജിലുമോൾ മരിയറ്റ് തോമസ്. ഭിന്നശേഷി വിഭാഗത്തിൽ രാജ്യാന്തര പഞ്ചഗുസ്തി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കു വേണ്ടി മെഡൽ ജേതാവും റായ്പൂരിൽ വെച്ച് നടക്കാൻ പോകുന്ന 46ാമത് ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിന്റെ ടീം കോഓർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജോബി മാത്യു തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വിജയിച്ചവരുടെ പട്ടികയിൽ മേഴ്സി ഹോമിലെ കുട്ടികളുടെ പേരുമുണ്ടാവും. 5 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് മേഴ്സി ഹോം ഇന്ന് അഭയം നൽകുന്നുണ്ട്. 2 അംഗങ്ങളോടെ ആരംഭിച്ച മേഴ്സി ഹോമിൽ ഇപ്പോൾ 40 അന്തേവാസികളാണുള്ളത്. ജാതിമത വേർതിരിവില്ലാതെ സാമ്പത്തികമായി ഒന്നും കൈപ്പറ്റാതെ ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ മേഴ്സി ഹോം ചേർത്ത് നിർത്തുന്നു. സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിൽ SD സുപ്പീരിയർ ജനറൽ മദർ ലിസ് ഗ്രേസ് അധ്യക്ഷയായിരുന്നു. സ്മരണിക ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പ്രകാശനം ചെയ്തു. ശംഷാബാദ് രൂപത സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത്, കൊടിക്കുന്നിൽ സുരേഷ് MP, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ, ഫാദർ തോമസ് കല്ലുകളം, ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി, സിസ്റ്റർ സെലിൻ ജോസ്, സിസ്റ്റർ റീജ, ഫാദർ ജോഷി മുപ്പതിൽച്ചിറ, സിസ്റ്റർ ആനി ജോസ്, സിസ്റ്റർ ജ്യോതിസ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജിലുമോൾ മരിയറ്റ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ ന്യൂസ് ചങ്ങനാശ്ശേരി. ശാന്തി